വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കർഷക സംഘടനകളുമായി ചർച്ച നടത്തി വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നതിനായി കർഷക നേതാവ് ജോസ് കുട്ടി ഒഴുകയിൽ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ചർച്ചകളിൽ വിഷയങ്ങൾ ആയത്? എങ്ങനെയായിരുന്നു ചർച്ചകൾ? വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ മലയോര മേഖലയിൽ നിന്നുള്ള കർഷക സംഘടനാ നേതാക്കന്മാരുമായിട്ടായിരുന്നു ചർച്ച. ചർച്ചയുടെ ലക്ഷ്യം പ്രധാനമായും വന്യജീവി ആക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, അടിയന്തരമായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ വന്യജീവി ആക്രമണം ലഘൂകരിക്കാൻ കഴിയും തുടങ്ങിയ വിഷയങ്ങളായിരുന്നു. വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക് വന്നത്. മറ്റ് ഭൂപ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ചർച്ചയിലേക്ക് വന്നിട്ടില്ല. കർഷക സംഘടനകൾ വന്യജീവികൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളുടെ കാരണങ്ങളും അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങളും മന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയിലുള്ള വന്യജീവികളുടെ പെരുപ്പം, കാടിലേക്ക് അധിനിവേശ സസ്യങ്ങൾ കടന്നുകയറി കാടിന്റെ തനി സ്വഭാവം നഷ്ടപ്പെടുത്തുന്നത്, കാട്ടിനകത്ത് വനം വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന തോട്ടവിള കൃഷികൾ, അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, തേക്ക് പോലുള്ള തോട്ടവിള കൃഷികൾ തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ നിയന്ത്രണങ്ങളും ഒക്കെ വിഷയീഭവിച്ചു. ഈ ചർച്ചയ്ക്കിടയിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ ഉത്തരവാദിത്വം വനംവകുപ്പിനായിരിക്കണം എന്ന തരത്തിലാണ് കർഷക സംഘടനകൾ ശക്തമായ നിലപാടെടുത്ത് വനംവകുപ്പിന്റെ ശുഷ്കാന്തിക്കുറവുകൊണ്ടാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന പൊതു സമീപനമായിരുന്നു പങ്കെടുത്തവരെല്ലാവരും സ്വീകരിച്ചത്. വളരെ ദുർബലമായ സംവിധാനങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ വനംവകുപ്പ് തലത്തിൽ വന്യജീവികളെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചു. സമഗ്രമായ രീതിയിൽ വിഷയങ്ങൾ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ആഗോള തലത്തിൽ വന്യജീവി നിയന്ത്രണത്തിന്റെ മോഡലുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിയമം നമ്മൾക്ക് അനുകൂലമായി മാറ്റേണ്ടത് തുടങ്ങിയ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് 11(2) വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(2) വകുപ്പിന്റെ ഉപയോഗം സംബന്ധിച്ച് നിലവിലുള്ള ധാരണ പിശകുകൾ തിരുത്തണമെന്നും അതുപോലെ തന്നെ ക്രിമിനൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് CRPC അനുസരിച്ച് കളക്ടർമാരിൽ അധിഷ്ഠിതമായിരിക്കുന്ന അധികാരം ഉപയോഗിക്കുന്നതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയുന്നതിനെയും അവിടെ ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പൊ സമഗ്രമായ രീതിയിൽ വിഷയാവതരണങ്ങൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എടുത്ത ഒരു സമീപനം പ്രഥമ ദൃഷ്ട്യാ അത് കർഷക ആഭിമുഖ്യത്തോടെ ഉള്ളതാണെന്ന് തെളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അക്കാര്യം കർഷക സംഘടനകൾ അവിടെ എടുത്തു പറയുകയുണ്ടായി. ഇനിയും വനം ഉണ്ടാക്കണം എന്ന ഒരു സമീപനം മന്ത്രിക്ക് ഉള്ളതായി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും തോന്നിയിട്ടില്ല. കേരളത്തിന് ആവശ്യമുള്ള വനമുണ്ട് എന്ന ഒരു നിലപാടാണ് വനം വകുപ്പ് മന്ത്രിക്ക് ഉള്ളത്. അതേസമയത്ത് അനാവശ്യ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർഷകരെ ഉപദ്രവിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമഗ്രമായി പഠിച്ചിട്ട് ഒരു വനനയം ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞു ജൂൺ 5 പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ വിഷയങ്ങൾ കൂടുതൽ സമഗ്രമായതുകൊണ്ട് വനനയത്തിന് ഒരുപക്ഷെ ഏതാനും നാളുകൂടി എടുത്തേക്കും. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ കരട് നയം ആവിഷ്കരിക്കും. ആ കരട് നയത്തിന്മേൽ പിന്നീട് കർഷക സംഘടനകളുമായി ചർച്ചകൾ നടത്തും. അത്തരത്തിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ ഏതാനും ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ പ്രസക്തമായവയിൽ ഒന്ന് വന്യജീവി നമ്മുടെ നാട്ടിലിറങ്ങുന്ന നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ തുരത്തുകയല്ല, അവയെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി വനംവകുപ്പിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പറയാനുണ്ടായ സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഓണററി ഫോറസ്റ്റ് വാർഡന്മാരായി നിയമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആയുധങ്ങളില്ല. അവിടെ ഒരു വാർഡിൽ ഒരാൾ പോലും തോക്ക് ലൈസൻസ് ഉള്ളവരില്ല. അപ്പൊ അങ്ങനെ വെറുതെ നിയമിച്ചുകൊണ്ട് നിരായുധരായി പന്നിയെ വെടിവെക്കാൻ വേണ്ടി ആൾക്കാരെ നിയമിച്ചുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ വനംവകുപ്പിന്റെ തന്നെ ഷൂട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ കടുവകളുടെ ജനസാന്ദ്രത. അത് ഇപ്പൊ തുടക്കത്തിൽ കടുവകളായിരിക്കും, പക്ഷെ പിന്നീട് വരുമ്പോൾ എല്ലാ വനങ്ങളിലെയും മറ്റ് മൃഗങ്ങളുടെ കൂടെ സാന്ദ്രത, കാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാഹക ശേഷി ശാസ്ത്രീയമായി പഠിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന ഒരു ഉറപ്പ് മന്ത്രി നമുക്ക് നൽകുകയുണ്ടായി. അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയായിട്ടാണ് തോന്നുന്നത്. കാടിന് താങ്ങാവുന്നതിനും അധികം മൃഗങ്ങൾ ഇന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി തന്നെയാണ്. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ നിലയിൽ വന്യജീവികൾ മൂലം നാശനഷ്ടം ഉണ്ടാകുമ്പോൾ
അപ്രകാരമുള്ള നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം മേടിച്ചെടുക്കുവാൻ ഇരകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. പ്രത്യേകിച്ചും ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, സർക്കാർ ഓഫീസുകളിൽ നിന്ന് അകലെയുള്ളവർക്കൊന്നും വനം വകുപ്പ് നൽകുന്ന ആ നഷ്ടപരിഹാരം യഥാവിധി കിട്ടുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ കിട്ടുന്നില്ലാത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത് വനം വകുപ്പിന്റെ തന്നെ ഉത്തരവാദിത്തമായിരിക്കും എന്ന് മന്ത്രി അവിടെ പ്രഖ്യാപിച്ചു. അതായത് അതിനുവേണ്ടി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അദ്ദേഹം നിയമിക്കുമെന്നും പറഞ്ഞു. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം നിശ്ചിത സമയത്തിനകം കിട്ടിയിരിക്കണം എന്ന് കൃത്യമായി അദ്ദേഹം അവിടെ നിർദ്ദേശിക്കുകയുണ്ടായി. അതോടൊരു വളരെ നല്ല നിർദ്ദേശമായിട്ടാണ് തോന്നിയത്. മറ്റൊരു സംഗതി NOCയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം, വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിലും കൈമാറ്റം ചെയ്യണമെങ്കിലും വനംവകുപ്പിന്റെ NOC ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ വനംവകുപ്പിന്റെ NOCക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ നടന്നാലും അത് കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യം വളരെ കൃത്യമായി കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിച്ചു. അതിന് അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹം മറുപടി നൽകി. അതായത് NOC സമയബന്ധിതമായി നൽകണം. നിശ്ചിത സമയത്തിനകം NOC നൽകിയില്ലെങ്കിൽ അത് ഡീംഡ് ടു ബി ഗിവൺ, അതായത് ഒരു നിശ്ചിത സമയത്തിനകം NOC നൽകുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടാൽ അവർക്ക് NOC നൽകിയിട്ടുള്ളതായി കണക്കാക്കി പ്രൊസീഡ് ചെയ്യാം എന്ന തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മരം മുറിയുമായി ബന്ധപ്പെട്ടും ഇതേ സാഹചര്യം, ഇതേ നിയമം വേണം എന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടപ്പോൾ അക്കാര്യവും അദ്ദേഹം പരിഗണിക്കാം. മരം മുറി കേസിലും അപേക്ഷ നൽകിയാൽ നിശ്ചിത സമയത്തിനകം അതിന്മേൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ഡീംഡ് ടു ബി ഗിവൺ എന്നാക്കി പരിഗണിക്കും എന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ ഉത്തരം നൽകിയത്. അപ്പോ അത് തീർച്ചയായും വളരെ സഹായകരമായ ഒരു തീരുമാനമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വളരെയധികം പ്രശ്നങ്ങളുണ്ട്. കള്ളിങ്ങിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. കള്ളിങ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി കർഷകരുടെ നിന്ന് ഭൂമി വനംവകുപ്പ് വാങ്ങി അത് വനമാക്കുന്ന ഒരു സമീപനം ആണ് ഇപ്പൊ വനംവകുപ്പ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൃഷിഭൂമികൾക്ക് ചുറ്റുമായി വനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോ വനംവകുപ്പിന് ഭൂമി വിട്ടുകൊടുക്കാത്തവരുടെ ഭൂമി കൃഷിഭൂമിയായും അതിന് ചുറ്റുമുള്ള വനങ്ങളായി നിൽക്കുകയും കൃഷിഭൂമികൾ വനമായി മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ ഒന്ന് ഉയർന്ന ഒരു നിർദ്ദേശം, അപ്രകാരം വനംവകുപ്പ് കൃഷിഭൂമി ഏറ്റെടുത്താൽ ആ കൃഷിഭൂമിയുടെ സ്റ്റാറ്റസ് കൃഷിഭൂമിയാക്കി തന്നെ നിലനിർത്തണം എന്നുള്ളതാണ്. പക്ഷെ അതിന്മേൽ അദ്ദേഹം കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുകയുണ്ടായില്ല. അത് ആലോചിക്കാം എന്നൊരു മറുപടി മാത്രമാണ് അതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ കുട്ടിവനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷിഭൂമിക്ക് ചുറ്റുമായി കുട്ടിവനങ്ങൾ ഉണ്ടാകുന്നതിന്റെ അത് റിസർവ് ഫോറസ്റ്റുകളാക്കി വരുന്നതിന്റെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ചിന്നക്കനാൽ പോലുള്ള പ്രദേശങ്ങളിൽ ആനയിറങ്ങലിലൊക്കെ ചുറ്റും കൃഷിഭൂമിയും നടുക്ക് ഏതാനും ഹെക്ടറുകൾ മാത്രമുള്ള റിസർവ് വനങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആരാഞ്ഞു. അതിനോട് അദ്ദേഹം പ്രാരംഭത്തിൽ അത്രയ്ക്ക് അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ആ വനങ്ങൾ റിസർവ് വനങ്ങൾ അല്ലാത്ത തരത്തിലുള്ള വനങ്ങളാക്കി നിലനിർത്തുന്നത് പോലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാമെന്നൊരു തീരുമാനമാണ് അദ്ദേഹം ഉണ്ടായത്. ഈ തരത്തിൽ ഏതാണ്ട് സമഗ്രമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സമീപനം തന്നെയായിരുന്നു വനംമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പിച്ചു തന്നെ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതുകൊണ്ടായിട്ടില്ല. ഇപ്പോഴും ഗുരുതരമായ നിരവധിയായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരൈറ്റം വനാതിർത്തികളിൽ വന്യജീവി പ്രതിരോധ വേലികൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അവിടെ പങ്കെടുത്ത കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇപ്പോഴത്തെ ഇലക്ട്രിക് ഫെൻസിങ്ങും അതുപോലുള്ള മറ്റ് വേലികളും ഒന്നും യഥാർത്ഥത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ മാത്രം പര്യാപ്തമല്ല. എത്ര ശക്തമായ ഇലക്ട്രിക് വേലി ഉണ്ടാക്കിയാലും 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അത് കാട്ടാനകൾ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ ആന മതിൽ എന്ന് പറഞ്ഞാൽ റെയിൽ ഫെൻസിങ് ഉണ്ടാക്കിയാൽ പോലും അതിനുകൊണ്ട് ആനയെ മാത്രമേ തടയാൻ പറ്റുള്ളൂ. മറ്റ് വന്യജീവികളൊക്കെ അതിനിടയിലൂടെ കടന്നു വരും. അപ്പൊ ഇതിനാകെപ്പാടെ ചെയ്യാവുന്ന ഒരു കാര്യം സമഗ്രമായ ഒരു ട്രെഞ്ചിങ് സംവിധാനവും അതുപോലെ തന്നെ വന്യജീവികളെ അയച്ചു നിർത്താനുള്ള മറ്റു സംവിധാനങ്ങളും ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യവും വളരെ ശ്രദ്ധാപൂർവ്വം ഞങ്ങൾ പെടുത്തുകയുണ്ടായി. മറ്റൊന്ന് വനംവകുപ്പുമായി നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന കൃഷിനാശത്തിന് വനംവകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തികച്ചും അപര്യാപ്തമായ ഒരു തുകയാണ്. അതുപോലെ വന്യജീവി ആക്രമണം മൂലം ആളുകൾക്ക് ജീവഹാനിയും പരിക്കുമുണ്ടാകുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരവും തികച്ചും അപര്യാപ്തമാണ്. ഈ കാര്യത്തിൽ വനംവകുപ്പിനോട് നമ്മൾ കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടത് മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിംസ് ട്രൈബ്യൂണലിന്റെ നിലപാടനുസരിച്ച് കൊല്ലപ്പെട്ട വ്യക്തിയുടെ അല്ലെങ്കിൽ പരിക്കേറ്റ വ്യക്തിയുടെ വരുമാനം, അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന വീട്ടുകാരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന കുടുംബാംഗങ്ങളുടെ എണ്ണം, അദ്ദേഹത്തിന്റെ ജീവിത ചെലവുകൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രായം തുടങ്ങിയ വസ്തുക്കൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഒരു സംവിധാനം മിനിമം 25 ലക്ഷം രൂപയായി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ഏകകണ്ഠമായി ആവശ്യപ്പെട്ട ഒരു കാര്യം, ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന സംഗതിക്ക് മുകളിലല്ല കോടതി വിധി പോലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, മൗലികാവകാശങ്ങൾക്ക് മുകളിലല്ല
നിർദ്ദേശക തത്വങ്ങളോ മറ്റേതെങ്കിലും ഒരു നിയമങ്ങളോ. അപ്പൊ ഇക്കാര്യം അവിടെ ചൂണ്ടിക്കാണിച്ചു. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ജീവനും സ്വത്തിനുമുള്ള സംരക്ഷിക്കുന്നതിനുള്ള അവകാശം അതിന് മുകളിലല്ല മറ്റൊരു നിയമവും. അതുകൊണ്ട് തന്നെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടിയിരിക്കുന്ന നടപടികൾ കൃത്യസമയത്ത് എടുക്കാനായിട്ട് വനം വകുപ്പ് തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ അതിരൂക്ഷമാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ് 11(2) എന്ന് പറയുന്ന അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടുവാനുള്ള വനം വകുപ്പ് വാറന്റിന്റെ അധികാരവും, അതുപോലെ തന്നെ CRPC അനുസരിച്ച് ജനങ്ങൾക്ക് ഉപദ്രവമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരം മൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി ഉത്തരവിടുവാനുള്ള കളക്ടറുടെ അധികാരവും. ഈ അധികാരങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് തന്നെയാണ് വളരെ ശക്തമായി നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന്മേൽ ഒറ്റ വാക്കിലുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല. കാട്ടുപന്നികൾക്ക് മാത്രമേ ഉന്മൂലനം ചെയ്യാനുള്ള അനുവാദത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ട്രാൻസ്ലൊക്കേഷൻ വളരെ പ്രധാനമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രദേശത്ത് നിരവധി മൃഗങ്ങൾ എണ്ണത്തിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവയെ അവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം, മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അത് സംബന്ധിച്ചും ഒരു നയത്തെ സംബന്ധിച്ച് പഠിച്ചു പറയാം എന്ന ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ വനം വകുപ്പ് എത്രത്തോളം താഴേക്ക് പിന്നോട്ടടിച്ചു ഈ കാര്യങ്ങളിൽ എല്ലാം എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം കാലതാമസം എടുക്കും, എത്രത്തോളം സമയം എടുക്കാനുള്ള സാധ്യതയാണ് ഇനിയുള്ള ഗവൺമെന്റിന് ഇത്തരത്തിൽ കർഷകർക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ എത്രത്തോളം സമയം എടുക്കുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? സമയത്തെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതില് ഈ കാട്ടുപന്നികളെ അടിയന്തരമായി ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ ഒരു 3 മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്നാണ് പറഞ്ഞത്. ജൂൺ 5 മുതൽ തന്നെ കൃത്യമായും വന്യജീവി പ്രതിരോധ നടപടികളുടെ തുടക്കം കുറിക്കും എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുബന്ധമായി ഏതാനും ഉത്തരവുകൾ ഉടൻ തന്നെ ഇറങ്ങും എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം, വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന തടയുക എന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ കാര്യങ്ങള്, അതുപോലെ NOC നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ്, ഷാർപ്പ് ഷൂട്ടർമാരെ വനംവകുപ്പിന്റെ തന്നെ ഷൂട്ടർമാരെ പോലും ഉപയോഗിച്ചുകൊണ്ട് 3 മാസത്തിനകമായി കാട്ടുപന്നികളെയും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് തുടങ്ങിയ ഉടൻ തന്നെ ഇറങ്ങും. ആദ്യം 10 ദിവസത്തിനകമെന്ന് പറഞ്ഞു, പിന്നെ അല്പം കൂടെ കാലാവസ്ഥ ഉണ്ടായേക്കുമെന്ന് പറഞ്ഞു. അതായത് സമഗ്രമായ ഒരു വനനയം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തീവ്രമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഒരുപക്ഷെ കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് വന്യജീവികളുടെ സെൻസസ് അല്ല അവരുടെ ക്യാരിങ് കപ്പാസിറ്റി കണക്കാക്കല്, അതുപോലെ തന്നെ NOC ആയി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകള്, പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളൊക്കെ ഏതാനും ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലായി ഒരു പക്ഷെങ്കിൽ ഗവൺമെന്റിന്റെ സമീപനം ആത്മാർത്ഥമാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലായി തന്നെ പ്രകടമായ വ്യത്യാസം ഈ മേഖലയിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ 6 മാസം എന്ന് പറയുന്നത് പോലും ഒരു ദീർഘമായ കാലാവധിയാണ്. അങ്ങനെ ദീർഘമായ കാലാവധിയാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്, എല്ലാത്തിനും ഒറ്റയടിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ തീർച്ചയായും സർക്കാർ ആ സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന കർഷക സംഘടനകൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് UDF-ന്റെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് വളരെ ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ കാര്യത്തിലുള്ളത്. പക്ഷെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. ഇനിയും ഒരു മനുഷ്യൻ കൂടി വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ അവിടെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. RRT ടീമിനെ ശക്തിപ്പെടുത്തി അവരെ വളരെ സജീവമാക്കി നിലനിർത്തണം എന്നുള്ള ഒരാവശ്യമുണ്ടായി. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം പറഞ്ഞത് വനംവകുപ്പിന്റെ ഫോറസ്റ്റ് ഓഫീസുകൾ വനാതിർത്തിയിൽ തന്നെ വേണം. ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസുകൾ ഇരിക്കുന്നതും വനവുമായി വളരെ അകലമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിച്ച് വരുമ്പോഴത്തേക്കും ഈ പ്രശ്നം ഒന്നങ്ങ് നടന്നു കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസുകൾ ഇപ്പോഴത്തെ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി വനാതിർത്തിയിൽ തന്നെയായിരിക്കണം. അങ്ങനെയുള്ള ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വനത്തിനകത്ത് പോകുമ്പോൾ സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ നൽകണം. അങ്ങനെ എക്വിപ്പേർഡ് ആയിട്ടുള്ള വെറുകയോടെ അല്ലെങ്കിൽ ആദ്യമായിട്ടല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വനത്തിലേക്ക് പോകേണ്ടത്, ആയുധങ്ങളുമായിട്ട് തന്നെ പോകണം. അതിനുവേണ്ട സൗകര്യങ്ങൾ നൽകണമെന്ന് കർഷക സംഘടന ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ആ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നിലപാടെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വനാതിർത്തിയിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ മാറ്റുന്നതിനെ സംബന്ധിച്ച് പ്രത്യേക പരാമർശമൊന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമുക്കറിയാം വനം വകുപ്പ് എങ്ങനെയാണ് ഇത്രയും കാലം മൃഗങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ഇടപെട്ടതെന്ന് അറിയാം. ഇപ്പോൾ ഷൂട്ടർമാർ അവരുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എത്രത്തോളം വെടിവെപ്പ് ഉണ്ടാകും, മൃഗങ്ങളെ എത്രത്തോളം തുരത്തുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അല്ല, അതൊക്കെ നമ്മൾ പരീക്ഷിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കർശന നിലപാടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ
ഉദ്യോഗസ്ഥന്മാര് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടെ ബാധ്യസ്ഥരാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ജനങ്ങൾ, കർഷക സംഘടനകളും ജനങ്ങളും അതനുസരിച്ച് തന്നെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് നിരന്തരമായി ആക്രമണത്തിന്റെ കെടുതി അനുഭവിച്ച ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് പ്രകടന പത്രികയിലൂടെ ഈ ഗവൺമെന്റ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മലയോര മേഖല എൻ ബ്ലോക്ക്, നമുക്കറിയാമല്ലോ, വളരെ ശക്തമായ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പോലും ഇത്തവണ UDF കയറി വന്നെങ്കിൽ അതിന് പിന്നിൽ UDF മലയോര മേഖലയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്. ആ ഉറപ്പ് അതുകൊണ്ട് തന്നെ പാലിക്കപ്പെട്ടേ മതിയാവും. അത് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലും വന്യജീവികൾ ജനവാസ മേഖലകളിൽ കടക്കുന്നത് ഉൾപ്പെടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, വന്യജീവികൾക്ക് ജനവാസ മേഖലയിൽ നൽകുന്ന നിയമപരമായ സംരക്ഷണം പിൻവലിക്കണം. വനത്തിനകത്ത് മാത്രമേ വന്യജീവികൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുകയുള്ളൂ. അത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഭേദഗതിയിൽ 2023 തോന്നുന്നു ഏറ്റവും അവസാനത്തെ ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ടാവും, വന്യജീവികൾക്ക് സംരക്ഷണം നൽകേണ്ടത് അവയുടെ ഹാബിറ്റാറ്റിലാണ്. വന്യജീവികളുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്, അവയുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് വനമാണ്. അപ്പൊ വനത്തിനകത്ത് മാത്രമായി അത് നിയമ ഭേദഗതിയിലൂടെ നിജപ്പെടുത്തണം. കേരള നിയമസഭ ഇക്കാര്യത്തിൽ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് നൽകുകയും ഏതെങ്കിലും ഒരു നിയമം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണെങ്കിൽ കേന്ദ്രം ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രത്തോട് നിയമസഭയിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യണമെന്നും കർഷക സംഘടനകൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിലും മന്ത്രി പ്രത്യേകിച്ച് ഒരു മറുപടി പറഞ്ഞില്ല. അനുകൂല നിലപാട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 60% അല്ലെങ്കിൽ 70% നമുക്ക് അനുകൂലം ആണെന്ന് വിചാരിച്ചാലും 30% ഘടകങ്ങൾ പിന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിതാന്തമായ ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ കർഷക സംഘടനകളും മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ സർക്കാരിനെ പ്രേരിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി മലയോര മേഖലകളിൽ നിന്ന് കോൺഗ്രസിന് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള കർഷക സംഘടന അടക്കമുള്ള ആളുകളുടെ പ്രചാരണം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നിരവധിയായ സമരങ്ങൾ നടത്തിയിരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയും അതിനോടനുബന്ധമായ നിരവധി സമരങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതോടൊപ്പം കേരളത്തിലെ വിവിധ കർഷക സംഘടനകളും ഈ കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഫലത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ വ്യക്തികളുടെ ആവശ്യമല്ല. ആ ജനങ്ങളുടെ ആവശ്യത്തെ ഒരു ജനകീയ അംഗീകരിക്കണം എന്ന ഒരു സംഗതി ഈ കർഷക സംഘടനകൾക്ക് വേണ്ടിയും അതുപോലെ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടിയും ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. ജോസ് കുട്ടി ഒഴികയിൽ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി.